മുകേഷ് അംബാനിയുടെ റിലയൻസിൽ അദ്ദേഹത്തെക്കാൾ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഒരാളുണ്ട്. കേട്ടിട്ട് അത്രയ്ക്കങ്ങ് വിശ്വാസം പോരല്ലേ? 7,63,000 കോടി രൂപയിലധികം വിപണി മൂലധനമുള്ള കമ്പനിയിൽ ഉടമയേക്കാൾ ശമ്പളം വാങ്ങുന്നത് മുകേഷ് അംബാനിയുടെ ആദ്യ മെൻഡറായ റാസിക് ഭായ് മെസ്വാനിയുടെ മകൻ നിഖിൽ മെസ്വാനിയാണ്. കമ്പനിയിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും മുകേഷ് അംബാനിയുടെ അടുത്ത സഹായി. വാർഷിക ശമ്പളമായി നിഖിൽ മെസ്വാനിക്ക് ലഭിക്കുന്നത് 24 കോടി രൂപയാണ്. 1986 റിലയൻസിൽ ചേർന്ന നിഖിൽ 1988 ജൂലൈ 1 മുതൽ കമ്പനിയുടെ ബോർഡിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന പദവിയിൽ മുഴുവൻ സമയ സേവനം അനുഷ്ഠിച്ചു വരികയാണ്. മുകേഷ് അംബാനിക്ക് സമാനമായ പാതയാണ് അദ്ദേഹവും പിന്തുടരുന്നത്. പ്രോജക്ട് ഓഫീസറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. റിലയൻസിനെ പെട്രോ കെമിക്കൽ വ്യവസായത്തിലെ ഒരു ആഗോള ശക്തിയായി സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള IPL ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി, മുംബൈ ഇന്ത്യൻസ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നിങ്ങനെ കമ്പനിയുടെ മറ്റ് കായിക സംരംഭങ്ങളുടെ കാര്യങ്ങളിലും നിഖിൽ മെസ്വാനിയുടെ മേൽനോട്ടത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നിന് മുകേഷ് അംബാനി നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും അദ്ദേഹം ശമ്പളമൊന്നും എടുക്കുന്നില്ല എന്നതാണ് ഏറെ കൗതുകകരം. കോവിഡിന് മുമ്പ് അദ്ദേഹം വാർഷിക ശമ്പളമായി 15 കോടി കൈപ്പറ്റിയിരുന്നു. കോവിഡിനെ തുടർന്നുണ്ടായ അവസ്ഥയിൽ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും അതിനെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടിയായിരുന്നു ശമ്പളം എടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. എന്നാൽ കോവിഡിന് ശേഷവും അത് തുടർന്നു പോവുകയായിരുന്നു. കോവിഡിന് മുമ്പ് മുകേഷ് അംബാനി റിലയൻസിൽ നിന്ന് പ്രതിവർഷം 15 കോടി രൂപയോളമാണ് കൈപ്പറ്റിയത്. കോവിഡ് കാര്യങ്ങൾ തകിടം മറിച്ചതോടെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം സ്വമേധയാ തന്റെ ശമ്പളം ഉപേക്ഷിക്കുകയായിരുന്നു. റിലയൻസിന്റെ പെട്രോ കെമിക്കൽ ഭാഗത്തിന്റെയും കായിക സംരംഭങ്ങളുടെയും മേൽനോട്ടമാണ് നിഖിലിനുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം അംബാനി സഹോദര തുല്യനായി കാണുന്ന നിഖിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം 24 കോടി രൂപ ശമ്പളമായി കമ്പനിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. റിലയൻസിന്റെ ആദ്യകാലങ്ങളിൽ വലിയ പങ്കുവച്ച റാസിക് ഭായ് മെസ്വാനിയുടെ മകനാണ് നിഖിൽ. മുകേഷ് അംബാനിയുടെ ആദ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ധീരുഭായ് അംബാനിയുടെ അനന്തരവനായി റാസിക് ഭായ് എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റിലയൻസിന്റെ പോളിസ്റ്റർ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഇദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1986 നിഖിൽ റിലയൻസിന്റെ ഭാഗമാകുന്നത്. മുകേഷ് അംബാനിയെ പോലെ ഒരു പ്രോജക്ട് ഓഫീസറായാണ് നിഖിലും തന്റെ കരിയർ ആരംഭിച്ചത്. അതിനിടെ ഫോബ്സിന്റെ 2025 ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ മുകേഷ് അംബാനി ആദ്യ 10 സ്ഥാനങ്ങളിൽ നിന്ന് പുറത്തായി. ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികൾ കഴിഞ്ഞ വർഷം ഗണ്യമായ സമ്പത്ത് ചേർത്തപ്പോഴും അദ്ദേഹത്തിന്റെ ആസ്തി കഴിഞ്ഞ വർഷത്തെ 6 ബില്യണിൽ നിന്ന് 5 ബില്യണായി കുറഞ്ഞു. 2025 പട്ടിക പ്രകാരം ലോകത്ത് 3028 ശതകോടീശ്വരന്മാരാണുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 247 പേരുടെ വർധനമാണിത്. ഈ ശതകോടീശ്വരന്മാരുടെ ആകെ സമ്പത്ത് $16.1 ട്രില്യൺ ആണ്. ഇത് 2024 അപേക്ഷിച്ച് ഏകദേശം $2 ട്രില്യൺ കൂടുതലാണ്. 902 ശതകോടീശ്വരന്മാരുമായി അമേരിക്കയാണ് പട്ടികയിൽ മുന്നിൽ. 516 പേരുമായി ചൈന തൊട്ടുപിന്നിലും 205 പേരുമായി ഇന്ത്യയും തൊട്ടുപിന്നിലുണ്ട്. 2025 മാർച്ച് 7 മുതലുള്ള സ്റ്റോക്ക് വിലകളും വിനിമയ നിരക്കുകളും ഉപയോഗിച്ചാണ് റാങ്കിംഗ് കണക്കാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.